ഇനി നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈകൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുകൾ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ പെൻസിലോ നിങ്ങളുടെ അടുത്തെടുത്ത് വയ്ക്കുക. നോക്കിയേ, എത്ര മനോഹരമായ ഫോട്ടോയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നടുക്ക് ഒരു പ്രാവിൻ്റെ ഫോട്ടോ കൊടുത്തിരിക്കുന്നു. വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു പുസ്തകമാണിത്, അല്ലേ? അതിൽ പരിശുദ്ധാത്മാവായ ദൈവം എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ നമുക്ക് പുസ്തകത്തിൻ്റെ ഉൾവശത്തേക്ക് തുറക്കുകയാണെങ്കിൽ ആത്മാവിൻ്റെ നിറവിൽ 3, കേരള ലത്തീൻ കത്തോലിക്ക സഭയുടെ വിശ്വാസ പരിശീലന പാഠാവലി എന്നെഴുതിയിരിക്കുന്നു. അതിന് താഴെ പരിശുദ്ധാത്മാവായ ദൈവം എന്ന് കൊടുത്തിരിക്കുന്നു. നല്ലൊരു സീനറിയൊക്കെ ഉണ്ട്, അല്ലേ? നോക്കിയേ, ഇഷ്ടമായോ? ഇനി നമുക്ക് പേജ് 6 എടുക്കുക. പേജ് 6-ലാണ് ഈ നമ്മൾ പഠിക്കാൻ പോകുന്ന 12 അധ്യായങ്ങളുടെയും വിശദമായ വിവരങ്ങൾ, ബ്രീഫായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഒന്നാമത്തെ അധ്യായം നോക്കിയേ, കണ്ടോ? ജീവദാതാവായ പരിശുദ്ധാത്മാവ്. രണ്ടാമത്തേത് സഭയുടെ ആരംഭം എന്നുള്ളതാണ്. ഈ 2 അധ്യായങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്നു. പിന്നത്തെ അധ്യായങ്ങൾ ആദിമ ക്രൈസ്തവ സമൂഹം എന്നുള്ളതും, സഭ സ്നേഹ സമൂഹം, സഭ ശുശ്രൂഷകർ, സഭയുടെ സവിശേഷതകൾ, മറിയം സഭയുടെ മാതാവ്. ഈ ആദ്യത്തെ 7 അധ്യായങ്ങൾ നമുക്ക് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് വരുന്ന ഭാഗം. 8ാമത്തേതായിട്ട് കൂദാശകളെ പറ്റി പഠിക്കുന്നു. ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, അനുരഞ്ജന കൂദാശ, വിശുദ്ധ കുർബാന, ജീവന്റെ അപ്പം എന്നീ 12 അധ്യായങ്ങളാണ് നമ്മളുടെ ഈ 3ാം ക്ലാസ്സിലെ പാഠാവലിയിലുള്ളത്. ഏറ്റവും അവസാന താളുകളിൽ യുവാക്കളുടെ വിശുദ്ധനായ വിശുദ്ധ ഡോൺ ബോസ്കോയെ പറ്റി പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി നമ്മൾ പുസ്തകത്തിൻ്റെ 7ാമത്തെ പേജിലേക്ക് ഒന്ന് വന്നേ. കണ്ടോ, അവിടെ കൊടുത്തിരിക്കുന്നു 1, ജീവദാതാവായ പരിശുദ്ധാത്മാവ്, അല്ലേ? നോക്കിക്കേ, നന്നായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. നല്ലൊരു പ്രാവിൻ്റെ ചിത്രം, നല്ല ബാക്ക്ഗ്രൗണ്ട്, അല്ലേ? എന്നെല്ലാം നിൽക്കുന്നു. ഇനി നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നതെന്ന് സാർ ആദ്യമേ പറഞ്ഞു, അല്ലേ? പക്ഷേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം പഠിക്കുന്നതിന് മുൻപ് നാം ദൈവത്തെക്കുറിച്ച് പഠിക്കണം, അല്ലേ? 8ാമത്തെ പേജ് എടുത്തേ, പേജ് 8. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചിത്രം കൊടുത്തേക്കുന്നത് കണ്ടോ? ഒരു ട്രയാങ്കിള്, 4 പ്രകാശങ്ങൾ, അല്ലേ? ഒരു കുരിശ് പോലെ 4 പ്രകാശങ്ങൾ വരുന്നു, അല്ലേ? അതിൻ്റെ മേലെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, പിതാവ്, ഇരുവശങ്ങളുമായി ഇടതുവശത്ത് പുത്രൻ, വലതുവശത്ത് പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇതാണ് സഭയുടെ അടിസ്ഥാന വിശ്വാസമായ ത്രിത്വീയ ദൈവത്തിൻ്റെ ഒരു എംബ്ലം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ത്രിത്വം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വം എന്ന് പറയുന്നത്. അഥവാ പിതാവും ദൈവമാവുന്നു, പുത്രനും ദൈവമാവുന്നു, പരിശുദ്ധാത്മാവും ദൈവമാവുന്നു. 3ഉം ദൈവങ്ങൾ തന്നെയാണ് എന്ന് വെച്ച് 3 ദൈവങ്ങളെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്നത് ഏകദൈവമാണ്. ഏകദൈവം അല്ലെങ്കിൽ ത്രിത്വം എന്ന് നാം ഇതിനെ പറയുന്നു. ഈ ത്രിത്വം അല്ലെങ്കിൽ ഏകദൈവം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സഭയുടെ ഒരു വിശ്വാസ രഹസ്യവും കൂടിയാണ്. ഉദാഹരണത്തിന് നമുക്ക് ത്രിത്വത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ സുഖമായി കാറ്റും കൊണ്ടിരിക്കുകയല്ലേ? ആണ്. നിങ്ങൾക്ക് ആ കാറ്റ് തരുന്നത് ആരാണ്? നിങ്ങൾ പറയും ഫാനിൻ്റെ അടിയിലിരിക്കുന്നതുകൊണ്ട് ഫാനാണ് കാറ്റ് തരുന്നതെന്ന്. ശരിയാണ്, ഉത്തരം ശരിയാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കും. ഇനി നാം ഫാനിൻ്റെ മേലേക്കൊന്ന് നോക്കിയേ, എന്താ കാണുന്നത്?
ഫാനിൻ്റെ ലീഫും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പം നമുക്ക് നോക്കാം, ഈ ഫാൻ എങ്ങനെയാണ് കാറ്റ് തരുന്നതെന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഫാനിൻ്റെ ഉള്ളിൽ ഒരു മോട്ടോറുണ്ട്, അത് ബന്ധപ്പെടുത്തിയിരിക്കുന്ന ലീഫും കറങ്ങുന്നു. പക്ഷെ അത് കറങ്ങണമെങ്കിൽ അതിന് എന്ത് വേണം? എനർജി വേണം. ആ എനർജി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം നമ്മളുടെ കണ്ണിന് കാണാൻ പറ്റും, അതെന്താണ്? ഫാൻ. അതേ സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള മോട്ടോറിനെ നമുക്ക് നഗ്നനേത്രം കൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും വരുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അത് നമുക്ക് വേണമെങ്കിൽ പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചിന്തിക്കാം. ഇലക്ട്രിസിറ്റി പിതാവായ ദൈവത്തിൻ്റെ പ്രതീകമാണ്. അതുപോലെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന മോട്ടർ പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു ദൈവം എന്ന് പറയുന്നത് അരൂപിയാണെന്ന്. ദൈവം അരൂപിയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് രൂപമില്ല. ഇപ്പോൾ ഇലക്ട്രിസിറ്റി നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുക, അപ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന്. നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അരൂപിയായ ദൈവത്തിൽ ഒരു വ്യക്തിയുടെ രൂപം നമ്മൾ കാണുകയുണ്ടായി. അതിന് നമുക്ക് വേണമെങ്കിൽ, ഈശോയെ വേണമെങ്കിൽ ഈ നമ്മൾ കാണുന്ന ഫാനിൻ്റെ ലീഫായിട്ട് നമുക്ക് വേണേൽ കണക്കാക്കാം. അപ്പോൾ മനസ്സിലായോ? അരൂപി എന്ന് പറയുന്നത് കാണാൻ പറ്റാത്തതിനെയാണ് അരൂപി എന്ന് പറയുന്നത്. ദൈവത്തിന് രൂപമില്ല, ദൈവം അരൂപിയാവും. ആ സമയത്ത് പുത്രനായ ദൈവത്തെ നാം കണ്ടു, പുത്രനായ ദൈവത്തിൻ്റെ പഠനങ്ങൾ കേട്ടു, അത്ഭുതങ്ങൾ കണ്ടു. അപ്പോൾ നമ്മോടൊപ്പം ജീവിച്ച മനുഷ്യപുത്രനാണ് പുത്രനായ ദൈവം. ഇനി നമുക്ക് ക്രൈസ്തവരായ നമ്മളുടെ വിശ്വാസം എന്താണെന്ന് നോക്കാം. ക്രൈസ്തവരായ നമ്മൾ എത്ര ദൈവങ്ങളാണ് വിശ്വസിക്കുന്നത്? നമ്മൾ ഏകദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, അല്ലേ? നമ്മളുടെ വിശ്വാസം പറയുന്നത് ദൈവം ഏകനാണെന്നും ദൈവത്തിൽ 3 ആളുകളുണ്ടെന്നുമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. അതാണ് നമ്മൾ ത്രിത്വം എന്ന് പഠിച്ചത്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പിതാവായ ദൈവത്തെക്കുറിച്ച് 1-ാം ക്ലാസ്സിലും പുത്രനായ ദൈവത്തെക്കുറിച്ച് 2-ാം ക്ലാസ്സിലും നമ്മൾ പഠിച്ചു. ഈ 3-ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ത്രിത്വത്തിലെ 3-ാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഈ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും സ്നേഹമായി പുറപ്പെടുന്ന അരൂപിയാണ്. പിതാവിലും പുത്രനിലും നിക്ഷിപ്തമായിരിക്കുന്ന ആ ദൈവിക ഗുണങ്ങൾ അതേ അളവിൽ തന്നെ പരിശുദ്ധാത്മാവിലും നിറഞ്ഞു നിൽക്കുന്നു. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ആരൊക്കെ കൂടിയാണെന്ന് അറിയാവോ? പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും കൂടിയാണ്. ആ ദൈവത്തിൻ്റെ കൂട്ടായ്മയാണ് ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും. നമുക്ക് ജീവൻ പകരുന്നത് ആരാണെന്ന് അറിയണ്ടേ? നമുക്ക് ജീവൻ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് മാത്രമല്ല, പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ പകരുന്നത് പരിശുദ്ധാത്മാവാണ്. ക്രൈസ്തവരായ നമുക്ക് എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ലഭിച്ചതെന്ന് ഓർമ്മയുണ്ടോ? അതായത് നമുക്ക് 2-3 മാസം മാത്രം പ്രായമുള്ളപ്പോൾ നമ്മളുടെ മാതാപിതാക്കൾ നമ്മളെ കൈകളിലെടുത്ത് വളരെ സന്തോഷത്തോടുകൂടെ ദേവാലയത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് വലിയ ഒരു കൂദാശ നമ്മൾ സ്വീകരിക്കുകയാണ്, ജ്ഞാനസ്നാനം, അല്ലേ? ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ സഭയുടെ മക്കളായി മാറി, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്നു. അതിനുശേഷം നമ്മൾ ഇനി സ്വീകരിക്കാൻ പോകുന്ന ഒരു കുദാശയുണ്ട്, സ്ഥൈര്യലേപനം. ആ സ്ഥൈര്യലേപനം എന്നുള്ള കുദാശയിൽ നമ്മിൽ ആഴമായിരിക്കുന്ന വിശ്വാസം കൂടുതൽ ദൃഢത പ്രാപിക്കുന്നു. നമ്മൾ പഠിച്ച വിശ്വാസം നമുക്ക് ബോധ്യത്തോടുകൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു സ്ഥൈര്യലേപനത്തിലൂടെ. ക്രിസ്ത്യാനികളായ നമുക്ക് ആത്മാവ്, അതാ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടി സഹായിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രഥമ കർത്തവ്യം എന്ന് പറയുന്നത് ഈശോയെ വെളിപ്പെടുത്തി തരിക എന്നുള്ളത് തന്നെയാണ്. പേജ് 8 എടുത്തേ. Welcome to the first series of 9 Saints, the gifts of the Holy Spirit. Of the Holy Spirit belong in their fullness to Christ, the Son of David. Wisdom improves our loving knowledge of God and all that leads to and comes from Him, allowing us to enjoy His presence.
Good day everyone, I'm Sister Pauline of the Daughters of St. Paul. Welcome to the first series of 9 Cents, the gifts of the Holy Spirit. The gifts of the Holy Spirit belong in their fullness to Christ, the Son of David. They complete and perfect the virtues of those who receive them. They make the faithful docile to readily obeying divine inspirations. Wisdom improves our loving knowledge of God and all that leads from Him, allowing us to enjoy His presence. Good day everyone, I'm Sister Pauline of the Daughters of St. Paul. Welcome to the first series of 9 Cents, the gift that leads to and comes from Him, allowing us to enjoy His presence. Good day everyone, I'm Sister Pauline of the Daughters of St. Paul. Welcome to the first series of 9 Cents, the gifts of the Holy Spirit. The gifts of the Holy Spirit belong in their fullness to Christ. They complete and perfect the virtues of those who receive them. They make the faithful docile to readily obeying divine inspirations. Wisdom improves our loving knowledge of God and all that leads to and comes from Him, allowing us to enjoy His presence. Understanding perfects our perception of the mysteries of the faith, enabling us to penetrate more deeply into the divine truths revealed by God. Counsel helps us to judge promptly, correctly, and according to the will of God. Fortitude makes us steadfast in the faith, constant in struggle, and faithful in perseverance. Knowledge enables us to discover the supernatural truth contained in God's creation and reveals the path that we should follow on our journey to heaven. Piety teaches us the meaning of divine filiation, leading to a true love for God as our Father and for all human beings as His children. Fear of the Lord increases our sense of respect in the presence of an all-powerful and loving God. Good day everyone, I'm Sister Pauline of the Daughters of St. Paul. Welcome to the first series of 9 Cents, the gifts of the Holy Spirit. The gifts of the Holy Spirit belong in their fullness to Christ, the Son of ഇങ്ങനെയുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമായോ? പക്ഷേ അത് ഇംഗ്ലീഷിലായിരുന്നു അല്ലേ? ഞാനത് മലയാളത്തിൽ നമുക്കത് വിവരിച്ചു തരാം. ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം നാം പഠിച്ചത് ആദ്യത്തെ ദാനം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് ദിവ്യ സത്യങ്ങളെക്കുറിച്ചുള്ള അറിവല്ല, അത് അനുഭവമാണ് നമുക്ക് നൽകുന്നത്. ഉദാഹരണം, പഞ്ചസാരയെക്കുറിച്ച് അറിയുന്നതും പഞ്ചസാര രുചിച്ചറിയുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതിൽ ജ്ഞാനം ലഭിക്കാൻ നാം എന്താ ചെയ്യേണ്ടതെന്ന് ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്നവർക്കാണ് ജ്ഞാനം ലഭിക്കുക. സങ്കീർത്തനത്തിലെ 111 സങ്കീർത്തനം 10-ാം വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അതായത് ദൈവഭക്തിയും ദൈവഭയവും ഉണ്ടെങ്കിൽ നമുക്ക് സിദ്ധിക്കുന്ന ഒരു ദാനമാണ് ജ്ഞാനം. 2. ബുദ്ധി അഥവാ അണ്ടർസ്റ്റാൻഡിങ്. പ്രായത്തിൽ വളരുമ്പോഴുള്ള അറിവല്ല ഇത്. വിശ്വാസ രഹസ്യങ്ങളുടെ ആന്തരികാർത്ഥം മനസ്സിലാക്കി തരുന്നു. അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ആഴത്തിലേക്ക് പോകാൻ നമുക്ക് ബുദ്ധി സഹായിക്കുന്നു. 3. ആലോചന അഥവാ കൗൺസൽ. നമ്മൾ സാധാരണഗതിയിൽ ആലോചനകൾ ചോദിക്കുന്നത് ആരോടാണ്? ആത്മശക്തി അഥവാ ഫോർട്ടിറ്റ്യൂഡ്. അസാധ്യമായ കാര്യം ആത്മശക്തി എന്നുള്ള ആ ദാനം നമുക്ക് ലഭിച്ചാൽ സാധിക്കും. തകർച്ചയിൽ പതറാതെ
വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അവന് ലഭിച്ചത് ഈ ദാനമായിരുന്നു. ആറാമത്തത് ഭക്തി അഥവാ പയറ്റി. ദൈവത്തോട് പുത്രസഹജമായ സ്നേഹം മനസ്സിൽ ജനിപ്പിക്കുന്ന ദാനമാണിത്. അതുപോലെ തന്നെ ാണ് എന്നുള്ള ബോധ്യം നമുക്ക് നൽകുന്നു. അവരെ നമുക്ക് Suddenly, something amazing happened. After Jesus went back to heaven, his friends and helpers were praying together in a big room. Suddenly, something amazing happened. At first, it sounded were blowing. Next, flames of fire flickered over every person's head. Then God's Spirit came and began to speak in different languages. This was the gift from God that Jesus had promised his followers. The day that to Jesus' followers, there were people from many countries in Jerusalem. These people spoke different languages. When they heard Jesus' friends praying, they went. A man who couldn't walk sat there begging for money. Peter looked at him and said, I don't have any money, but I do have something else I can give you. By the power of Jesus Christ from Nazareth, stand up and walk. Up jumped the man. His feet and ankles were now strong. He was healed. After Jesus went back to heaven, his friends and helpers were praying together in a big room. Suddenly, something amazing happened. At first, it sounded as if a huge wind were blowing. Next, flames of fire flickered. കണ്ടോ? വീഡിയോ കണ്ടോ? ഇഷ്ടമായോ? നല്ല രസമുണ്ടല്ലേ? ഓക്കെ. ഇനി നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാർ ആദ്യമേ പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾ എന്തെല്ലാം അതിൽ ശ്രദ്ധിച്ചു എന്ന് നമുക്ക് ഒന്ന് നോക്കാം. എന്തെല്ലാമാണ് ശിഷ്യന്മാർക്ക് വന്ന മാറ്റം? എപ്പോഴ്? പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞതിന് ശേഷം, അഥവാ ഈ പെന്തക്കോസ്ത അനുഭവം ഉണ്ടായതിനു ശേഷം. ആദ്യമായിട്ട് അവർക്ക് എന്തുണ്ടായി? ജ്ഞാനമുണ്ടായി അല്ലേ? രണ്ടാമത് നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള വിവേകമുണ്ടായി. അവർ ബുദ്ധിമതികളായി, അവർ അറിവുള്ളവരായി, അവർക്ക് ധൈര്യമുണ്ടായി. പേടിച്ച് വിറങ്ങലിച്ചിരുന്ന ശിഷ്യന്മാരാണ് ഈ അനുഭവം കഴിഞ്ഞപ്പോൾ അവർ ധൈര്യവാന്മാരായി മാറി. അവർ തീഷ്ണമതികളായ പ്രേക്ഷിതരായി മാറി. അവർ ലോകമെങ്ങും സഞ്ചരിച്ച് ധൈര്യപൂർവ്വം യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. കണ്ട, ഇപ്പോൾ നമ്മൾ ഈ കണ്ടത്, അപ്പോൾ നാം കണ്ട ഈ കാര്യങ്ങളില്ലേ, ശിഷ്യന്മാരിൽ വന്ന മാറ്റമില്ലേ, നമ്മൾ നേരത്തെ പഠിച്ച പരിശുദ്ധാത്മാവിൻ്റെ ദാനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കണ്ട, ആദ്യത്തേത്, ഒന്നാമത്തേത് എന്താ നമ്മൾ പഠിച്ചത്? ജ്ഞാനം. കണ്ട, അവർക്ക് ശിഷ്യന്മാർക്ക് ആദ്യം ദൈവിക ജ്ഞാനമുണ്ടായി. രണ്ടാമത് അവർക്ക് വിവേകമുണ്ടായി. മൂന്നാമത്തേത് അവർ ബുദ്ധിമതികളായി. കണ്ട, നാലാമത്തേത് അവർ അറിവുള്ളവരായി. അഞ്ചാമത്തേത് അവർക്ക് ധൈര്യമുണ്ടായി. കണ്ട, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതാണ് നമുക്ക് പ്രത്യേകത. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും നമ്മളിൽ നിറയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണത്. ഇനി നമുക്ക് നോക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ ഒത്തിരി സഹായിക്കുന്നു എന്ന് മനസ്സിലായല്ലേ? പരിശുദ്ധാത്മാവിൽ ഒത്തിരി ശക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അതുപോലത്തെ പ്രകടമായ വ്യത്യാസമാണ് നമുക്കുള്ള ശിഷ്യന്മാരിൽ കണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ എന്തിനെല്ലാം സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധിയിൽ വളരാൻ സഹായിക്കുന്നു. സുവിശേഷ വഴികളിലൂടെ മുന്നോട്ട് നീങ്ങാൻ നമ്മെ സഹായിക്കുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു.
ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ സഹായിക്കുന്നു. സവിശേഷമായ ശക്തിയും ചൈതന്യവും നമുക്ക് നൽകുന്നു. ഭക്തിയും ദൈവഭയവും നൽകുന്നു. വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മെ സഹായിക്കുന്നു. അതുപോലെ തന്നെ തിന്മയെ ചെറുക്കാനും പിശാചുക്കളെ അകറ്റാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും തോന്നുന്നുണ്ടാവും അല്ലേ, എനിക്കും പരിശുദ്ധാത്മാവിനെ വേണമെന്നല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിലെ 11-ാം അധ്യായം 13-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ആ വചനം അവസാനിക്കുന്നത് തന്നെ ഒരു എക്സ്ക്ലമേഷൻ മാർക്കോട് കൂടിയാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കണക്കിന്റെ ഭാഷ പറയുകയാണെങ്കിൽ 10 പരിശുദ്ധാത്മാവിനെ നമ്മൾ ചോദിച്ചാൽ എത്ര തരും? 100 പരിശുദ്ധാത്മാവിനെ എങ്കിലും പിതാവ് തന്നിരിക്കും. ചിലപ്പോൾ അതിൽ കൂടുതലും തരും. അതാണ് പരിശുദ്ധാത്മാവിന്റെ കയ്യിലുള്ള ആ സമൃദ്ധിയിൽ നിന്ന് നമുക്ക് വാരിക്കോരി തരുന്ന നല്ല ദൈവമാണ്. ആയതിനാല് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ഇനി പേജ് 10 എടുത്തേ. കണ്ട, അതിലെ ഏറ്റവും മേലെ കൊടുത്തിരിക്കുന്നു, നമുക്ക് ദൈവവചനം ഓർമ്മിക്കാം. കണ്ട, ഇത് നമുക്ക് മനഃപ്പാഠമാക്കേണ്ട വചനമാണ്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 1:8. നമുക്കത് ഒന്ന് ഏറ്റുപറയാം. ഞാൻ ചൊല്ലിത്തരാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 1:8. ഇത് നാം ബൈഹാർട്ടായിട്ട് പഠിക്കണം കേട്ടോ. ഇനി ഇത് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് ആവർത്തിച്ച് പിന്നീട് പഠിക്കുക കേട്ടോ. ഇനി നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി മനസ്സിലാക്കി, എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ എങ്ങനെയാണ് ജീവിക്കുമ്പോൾ നമുക്ക് കുറച്ച് ക്രമീകരണങ്ങളൊക്കെ ഇനി വരുത്തണം അല്ലേ? അപ്പൊ കുറച്ച് സൽപ്രവൃത്തികൾ നമുക്ക് ശീലിക്കാം. എന്തൊക്കെയാണ്? എല്ലാ ദിവസവും രാവിലെ ഉണരില്ലേ? നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കുരിശ് വരയ്ക്കണം അല്ലേ? പിന്നെ നല്ലൊരു ദിവസം നൽകിയ ഈശോയ്ക്ക് നന്ദി പറയണം. നോക്കിയേ, ഇന്നലെ നമ്മൾ രാത്രിയിൽ കിടക്കാൻ പോയിട്ട് എത്രയോ പേരാണ് പ്രഭാതം കാണാതെ മരിച്ചുപോയത് അല്ലേ? നല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ നല്ലൊരു പ്രഭാതം കാണാൻ സാധിച്ചു. അപ്പൊ ഈശോയ്ക്ക് നന്ദി പറയണ്ടേ? നന്ദി പറയുക. ഈശോയോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനോട് വരദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താണെന്നറിയോ? ഈ ക്ലാസ്സിലാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പരിചയപ്പെട്ടത്. അപ്പൊ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മൾ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട് വരദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂടാതെ നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കും മുൻപായി നമ്മുടെ കൂട്ടുകാരനാണ് പരിശുദ്ധാത്മാവ് അല്ലേ? അതുപോലെ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്ത സഹായിയുമാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ കൂട്ടുകാരനായ പരിശുദ്ധാത്മാവിനോട് പറയുകയും അപേക്ഷിക്കുകയും വേണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും വിജയപ്രദമാക്കി മാറ്റും. ഇനി നമുക്ക് 10-ാം പേജിൽ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? നമുക്ക് പാടാമെന്ന് പറഞ്ഞ ഒരു പാട്ട് അല്ലേ? അത് ഞാൻ വായിക്കാം. ഒന്ന് പുസ്തകം എടുത്ത് നോക്കിയാലേ ഈ പാട്ടിലൂടെ നമ്മൾ പഠിച്ച ആ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നിറയുന്നതിന് വേണ്ടി ഉള്ള പാട്ടാണിത്. അത് അറിവെന്നുള്ള ദാനവും ധൈര്യം എന്നുള്ള ദാനവും ലഭിക്കുന്നതിന് വേണ്ടി നാം പരിശുദ്ധാത്മാവിനെ വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു പാട്ടാണ്. ഞാൻ അതിൻ്റെ വരികൾ പറയാം, ഒന്ന് ശ്രദ്ധിക്കൂ. പറന്ന് പറന്ന് വന്നാലും നീ പരിശുദ്ധാത്മാവേ, ശാന്തിപ്രാവായി എന്നെ തഴുകും പരിശുദ്ധാത്മാവേ. എന്തുകൊണ്ടെന്നാല് പുസ്തകം എടുത്തപ്പോൾ അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ നമ്മൾ കണ്ടില്ലേ, പരിശുദ്ധാത്മാവിന്റെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് ആരുടെ ഫോട്ടോയാണ്? പരിശുദ്ധാത്മാവിന്റെ ഫോട്ടോയാണ് അല്ലേ? അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രതീകമാണ് പ്രാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ശാന്തിപ്രാവായി എഴുന്നള്ളി വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അടുത്തത്, അറിവായി എന്നിൽ നിറഞ്ഞാലും നീ പരിശുദ്ധാത്മാവേ, എന്നാത്മാവിന് ധൈര്യം പകരൂ പരിശുദ്ധാത്മാവേ.
ഒന്നും കൂടി സ്പീഡിൽ ഞാൻ ഒന്നും കൂടി വായിക്കാം, ശ്രദ്ധിച്ചോളൂ. പറന്ന് പറന്ന് വന്നാലും നീ പരിശുദ്ധാത്മാവേ, ശാന്തിപ്രാവായി എന്നെ തഴുകൂ പരിശുദ്ധാത്മാവേ, അറിവായി എന്നിൽ നിറഞ്ഞാലും നീ പരിശുദ്ധാത്മാവേ, എന്നാത്മാവിന് ധൈര്യം പകരും പരിശുദ്ധാത്മാവേ. ഇനി നമുക്ക് ഈ പാട്ട് എൻ്റെ കൂട്ടുകാരനായ സജി സാർ പാടി എൻ്റെ കൂട്ടുകാരനായ ടെസ്ലർ ഈണം ചെയ്ത പാട്ടാണ്. അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് പേജ് 11 എടുക്കാം കേട്ടോ, പുസ്തകത്തില്ല. അതിൻ്റെ അകത്ത് നമുക്ക് ഒരു പ്രതിജ്ഞ ചെല്ലാനുണ്ട്. അപ്പോൾ പ്രതിജ്ഞ ഇങ്ങനെയാണ്, ഞാനൊന്ന് വായിക്കാം. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻപ് ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കും. നമ്മൾ സ്കൂളിലൊക്കെ എങ്ങനെയാണ് പ്രതിജ്ഞ ചെയ്യുന്നത്? എല്ലാവരും എണീറ്റ് നിന്ന് കൈകൾ ഉയർത്തിപ്പിടിക്കുക അല്ലേ? എന്നിട്ട് ഞാൻ ചൊല്ലിത്തരാം, നമ്മളത് ഏറ്റു ചെല്ലുക കേട്ടോ. എല്ലാവരും തയ്യാറായോ? ഓക്കെ. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുമ്പ് ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കും. ഓക്കെ. ഇനി പേജ് 11 തന്നെ അതിൻ്റെ അകത്ത് നല്ലൊരു മനോഹരമായ പുസ്തകം, ഒരു പൂവ് നിങ്ങൾ കണ്ടില്ലേ? ഒരു വിരിഞ്ഞു നിൽക്കുന്ന പൂവ് അല്ലേ? നല്ല മഞ്ഞ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്ത് അതിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന നല്ല മഞ്ഞ പുഷ്പം അല്ലേ? അത് ശ്രദ്ധിച്ചോ നിങ്ങൾ? അതിന് എത്ര ഇതളുകളുണ്ട് നോക്കിയോ? ഒന്ന് എണ്ണി നോക്കിയേ. 7 ഇതളുകളുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചില്ലേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചപ്പോൾ? പരിശുദ്ധാത്മാവിന് എത്ര ദാനമുണ്ട്? 7. ആ ദാനങ്ങൾ ഓരോന്നെയും ഈ പുഷ്പത്തിന്റെ ഇതളുകളിൽ നാം എഴുതി ചേർക്കുക. ഇനി അതിൻ്റെ താഴെ നോക്കിയേ, ചേരുംപടി ചേർക്കാം എന്ന് പറഞ്ഞ് ഇടതുവശത്ത് 3 കോളവും വലതുവശത്ത് 3 കോളവും കൊടുത്തിരിക്കുന്നു. അത് ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന ആ കോളത്തിന് ചേർന്ന പദം അടയാളപ്പെടുത്തി മൂന്നാമത്തെ വലതുവശത്ത് കൊടുത്തിരുന്ന കളത്തിൽ നിന്ന് ഉചിതമായ വരങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക കേട്ടോ. ചേരുംപടി ചേർക്കുക എന്ന് പറയും. ഇനി പേജ് 12 എടുത്തേ. കണ്ട, അവിടെ ഒരു കടം കവിത കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ കടം കവിതയുടെ ഉത്തരം എഴുതുക എന്നുള്ളതാണ് അതിൽ ആവശ്യപ്പെട്ടേക്കുന്നത്. അതിങ്ങനെയാണ്: അറിവ് തരുന്നൊരു വെൺപ്രാവ്, അലിവേറുന്നൊരു വെൺപ്രാവ്, അരൂപിയായൊരു വെൺപ്രാവ്, ആരെന്നൊതുകി വെൺപ്രാവ്. അടിയിലെ ലൈനില് നമ്മൾ ഈ പഠിച്ച പാഠത്തിന്റെ അടിസ്ഥാനത്തിൽ
നിങ്ങൾക്ക് മനസ്സിലായ അവൻ പ്രാവ് ആരാണെന്ന് അവിടെ എഴുതുക. ഇനി അതിൻ്റെ താഴെ നമുക്ക് ഉത്തരം കണ്ടെത്താം എന്നുള്ള ഭാഗത്ത് 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവും നോട്ട്ബുക്കിൽ എഴുതുക. ഇനി നമുക്ക് ഒരു ചെറിയ പ്രവർത്തനമുണ്ട് അല്ലേ? നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഏകദൈവം അഥവാ ത്രിയേക ദൈവം അല്ലെങ്കിൽ ത്രിത്വം അല്ലേ? ത്രിത്വം എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി കൂടുമ്പോൾ നാം പറയുന്ന പദമാണ് ത്രിത്വം അല്ലെങ്കിൽ ത്രിയേക ദൈവം എന്ന് വെച്ചാൽ പിതാവ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് വേറെ. പക്ഷേ ഒന്നിച്ചു കൂടുമ്പോൾ ത്രിത്വം എന്നാണ് വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവ മൂന്നാണെങ്കിൽ തന്നെയും എന്നാൽ അവ ഒന്ന് തന്നെയാണ് അല്ലേ? അതാണ് ത്രിത്വത്തിൽ നമ്മൾ പഠിച്ചത് അല്ലേ? 3 അല്ല, 1 ആണ്. ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ത്രിയേക ദൈവത്തിൽ അല്ലേ? അപ്പൊ ഇതിന് സമാന പദമായിട്ട് നമുക്ക് വേറൊരു ഉദാഹരണം പറയാം. നമ്മളുടെ കുടുംബം തന്നെ എടുക്കുക. കണ്ട, ഇതിന്റെ ത്രിത്വത്തിന്റെ വേറൊരു പതിപ്പാണ് നമ്മുടെ കുടുംബം. നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? അപ്പച്ചനുണ്ട്, അമ്മച്ചിയുണ്ട് അല്ലേ? പിന്നെ ആരുണ്ട്? മക്കള്, നമ്മള് പേരുണ്ട് അല്ലെ? 3 നമ്മളും ഉണ്ട് അല്ലേ? അപ്പൊ അപ്പച്ചൻ, അമ്മച്ചി, മക്കള്, ഇത് കൂടുന്നതാണ് കുടുംബം. മനസ്സിലായോ? ഇതേപോലെ ഒരു 3 സമാന പദങ്ങൾ കണ്ടെത്തി ആ നോട്ട്ബുക്കിൽ എഴുതി സ്കൂളിൽ ചെല്ലുമ്പോൾ ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കുക. ഇതാണ് നിങ്ങളുടെ പ്രവർത്തനം. ആ നോട്ട് ബുക്കിൽ ഇത് ഒന്ന് എഴുതി വയ്ക്കണം കേട്ടോ. ഏത്? ത്രിയേക ദൈവത്തിന് എന്നുള്ള പദത്തിന് സമാനമായ മറ്റു 3 പദങ്ങൾ കണ്ടെത്തുക. ഓക്കെ. ഇനി നമുക്ക് ഒന്നാമത്തെ പാഠം ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് 13ാം പേജ് എടുക്കാം. അത് 2ാം പാഠത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ്. 2ാം പാഠത്തിൽ കൊടുത്തിരിക്കുന്നത് സഭയുടെ ആരംഭമാണ്. അപ്പോൾ നമുക്ക് സഭയെ പറ്റിയാണ് നാം ഈ 2ാം അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. സഭയെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് നാം ഒരു കാര്യം അറിയണം. ഇതെന്താണ് ഈ സഭ എന്ന് പറയുന്നത് അല്ലേ? സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ അഥവാ ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. ക്രൈസ്തവ സഭ ആദ്യമായി ഈ ക്രൈസ്തവ സഭാ സമൂഹം രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും മാതാവിനോട് കൂടെ സെഹ്യോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വലിയ ഒരു സംഭവം നടക്കുകയുണ്ടായി. അതാണ് നമ്മൾ പെന്തക്കോസ്ത അനുഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ, ദാറ്റ് മീൻസ് നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ, ആ പെന്തക്കോസ്ത അനുഭവത്തിലെ ശിഷ്യന്മാർക്ക് വന്ന ആ മാറ്റത്തെ പറ്റിയാണ് നാം ഇനി പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ആ വീഡിയോ കാണാം. വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ചലനവും ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കതിനെ വിലയിരുത്താൻ. അത് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും, അപ്പോൾ അതിന് ഉത്തരങ്ങൾ തരണം. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, ഒരു 10 മിനിറ്റോളമുള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. നമുക്കത് കാണാം. അവർ ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇവ തമ്മിൽ ഒരു സാബത്ത് ദിവസത്തെ യാത്രാദൂരമാണുള്ളത്. അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, പീലിപ്പോസ്, തോമസ്, ബർത്തലോമിയോ, മത്തായി, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അന്നൊരു ദിവസം 120ഓളം സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു, സഹോദരരെ, യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെക്കുറിച്ച് ദാവീദ് വഴി പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരുന്നു. അവൻ നമ്മിൽ ഒരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗഭാഗിത്വം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവൻ തന്റെ ദുഷ്കർമ്മത്തിന്റെ പ്രതിഫലം കൊണ്ട് ഉരുവാങ്ങി. അവൻ തലകുത്തി വീണു, ഉദരം പിളർന്ന് അവന്റെ കുടലെല്ലാം പുറത്തു ചാടി. ജെറുസലേം നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാം.
ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിന്റെ വയൽ എന്നർത്ഥമുള്ള അക്കൽദമ എന്ന് വിളിക്കപ്പെട്ടു. അവന്റെ ഭവനം ശൂന്യമായി തീരട്ടെ, ആരുമിട്ടെ എന്നും അവന്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം. യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെയുണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. അവർ ബാർസബാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ്, മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർദ്ദേശിച്ചു. ജോസഫിന് യുസ്തോസ് എന്നും പേരുണ്ടായിരുന്നു. അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങറിയുന്നുവല്ലോ. യൂദാസ് താൻ അർഹിച്ചിരുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പസ്തോല സ്ഥാനവും ശുശ്രൂഷാ പദവിയും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമേ. പിന്നെ അവർ കുറിയിട്ടു. മത്തിയാസിന് കുറി വീണു. 11 അപ്പോസ്തലന്മാരോടുകൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. അധ്യായം 2. പന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നതുപോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത് ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിൻ കീഴുള്ള സകല ജനപദങ്ങളിലും നിന്നുവന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിലുണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നത് എങ്ങനെ? പാർത്തിയക്കാരും മേദിയക്കാരും എലാമിയക്കാരും മെസോപ്പൊട്ടാമിയ നിവാസികളും യൂദയായാലും കപ്പദോക്കിയായാലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രീജിയായാലും പാംഫീലിയായാലും ഈജിപ്തിലും കിരേനയുടെ ലിബിയ പ്രദേശങ്ങളിൽ നിവസിക്കുന്നവരും റോമായിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാം എല്ലാം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. ഇതിന്റെ എല്ലാം അർത്ഥമെന്ത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. എന്നാൽ പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ. എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിന്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഇസ്രായേൽ ജനങ്ങളെ, ഈ വാക്കുകൾ കേൾക്കുവിൻ.
നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസ്രായനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തന്റെ അത്ഭുതകൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. അവൻ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവുമനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയിർപ്പിച്ചു. കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുൻപിൽ ദർശിച്ചിരുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എന്റെ വലത്തുവശത്തുണ്ട്. എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് സ്തോത്രം ആലപിച്ചു, എന്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. എന്തെന്നാൽ എന്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തന്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. സഹോദരരെ, ഗോത്രപിതാവായ ദാവീദിനെക്കുറിച്ച് നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ. അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവന്റെ ശവകുടീരം ഇന്നും നമ്മുടെ ഇടയിലുണ്ടല്ലോ. അവൻ പ്രവാചകനായിരുന്നു. തന്റെ അനന്തരഗാമികളിൽ ഒരാളെ തന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കും എന്ന് ദൈവം അവനോട് ചെയ്ത ശപഥം അവൻ അറിയുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല. അവന്റെ ശരീരം ജീർണിക്കാൻ ഇടയായതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞത്. ആ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളാണ്. ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ദാവീദ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തില്ല. കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കും. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കും. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവർ ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇവ തമ്മിൽ ഒരു സാബത്ത് ദിവസത്തെ യാത്രാദൂരമാണുള്ളത്. അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, പീലിപ്പോസ്, തോമസ്, ബർത്തലോമിയോ, മത്തായി, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അന്നൊരു ദിവസം 120ഓളം സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു, സഹോദരരെ, യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെ കുറിച്ച് ദാവീദ് വഴി പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരുന്നു. അവൻ നമ്മിൽ ഒരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗഭാഗിത്വം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവൻ തന്റെ ദുഷ്കർമ്മത്തിന്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ്. വീഡിയോ കണ്ടോ? ഇഷ്ടമായോ? ഒലിവുമലയിൽ നല്ല രസകരമായിട്ട് അവതരിപ്പിച്ച വീഡിയോ ആണല്ലേ അത്. ഇവ തമ്മിൽ വളരെ വിശദമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി നമുക്ക് ഒന്ന് ഓർത്ത് നോക്കാം, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചതെന്ന്. ആദ്യമായി നാം കാണുന്നത് എന്താണ്? വീഡിയോയിൽ ശിഷ്യന്മാർ മാതാവിനോടൊപ്പം പ്രാർത്ഥിക്കുന്നു അല്ലേ, അത് നാം കണ്ടു. അപ്പോഴാണ് ആകാശത്ത് നിന്നും കൊടുങ്കാറ്റ് പോലെ ഒരു ശബ്ദമുണ്ടാവുന്നു. ആ ശബ്ദം അവിടെ വീട് മുഴുവൻ നിറഞ്ഞു. തീനാവ് പോലെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെയും മേലെ വന്നു നിന്നു.
അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. പത്രോസ് ആ സമയത്ത് അവിടെ എണീറ്റ് നിൽക്കുകയാണ്. അവരുടെ പ്രസംഗം, പത്രോസ് എണീറ്റ് നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ പ്രസംഗം പല രാജ്യങ്ങളിൽ നിന്നും വന്നവർ അവരവരുടെ ഭാഷകളിൽ കേട്ടു. ആ ജനം അവിടെ ഓടിക്കൂടുന്നതൊക്കെ നമ്മൾ കണ്ടു അല്ലേ? അവർ പരസ്പരം ചോദിക്കുകയാണ്, ഇതെന്തൊരു അത്ഭുതം, ഗലീലയിലാണല്ലോ ഇവരെല്ലാവരും, പക്ഷേ ഇവരുടെ പ്രസംഗമെല്ലാം നാം എങ്ങനെയാണ് നമ്മുടെ ഭാഷകളിൽ കേൾക്കുന്നത് എന്നവർ ആശ്ചര്യപ്പെട്ടു നിൽക്കുകയാണ്. അതോടെ അവരിലും പരിശുദ്ധാത്മാവ് എന്ന് നിറയുന്നു. അവര് ആ ജനക്കൂട്ടം മുഴുവൻ പരിശുദ്ധാത്മാവിൽ അവരും നിറയപ്പെട്ട് അവര് ഈശോയിൽ വിശ്വസിച്ചു. ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന്. ശിഷ്യന്മാര് അവരോട് പറയുന്നു, കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം സ്വീകരിക്കുക എന്ന് പറയുന്നു. അവർ സ്നാനം സ്വീകരിക്കുന്നു. അങ്ങനെ ആ ദിവസം ഏകദേശം 3000-ഓളം പേരാണ് അവിടെ സന്നിഹിതരായിരുന്നത്. ഒറ്റ ദിവസം തന്നെ ഈ പത്രോസിന്റെ ഒരു പ്രസംഗം കൊണ്ട് തന്നെ ആ 3000-ഓളം പേര് സ്നാനം സ്വീകരിച്ചു. അങ്ങനെ ആദ്യമായി ഒരു സഭാ സമൂഹം രൂപപ്പെട്ടു. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ നമ്മളുടെ കത്തോലിക്ക സഭ. ഇനി നമുക്ക് പേജ് 15 എടുക്കുക. കണ്ടോ, പേജ് 15 നമുക്ക് ദൈവവചനം ഓർമ്മിക്കാം എന്നുള്ള ആ ഭാഗം എടുക്കുക. കണ്ടോ, ഇതാണ് വചനം. നോക്കിയേ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെങ്കിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിലെ 5-ാം തിരുവചനമാണത്. ഞാൻ ഒന്നും കൂടി പറയാം, നിങ്ങൾ അത് ഏറ്റിച്ചില്ല കേട്ടോ. എല്ലാവരും എണീറ്റ് പറഞ്ഞോ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെങ്കിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യോഹന്നാൻ 15:5. ഇത് നാം മനപ്പാഠമാകണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ലൈനിലേക്ക് വരാം. നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ള ആ ഹെഡിങ്ങിലേക്ക് വരും. അതിൽ ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. എങ്കിലും നാം ഇപ്പോൾ പഠിച്ച വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈ കൂട്ടിപ്പിടിക്കും. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെങ്കിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നറിയ ഈശോയെ. സഭയാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖകളായി എന്നും നിലനിൽക്കുന്നതിനും ഏറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണം. ആമീൻ. ഇരിക്കുക കേട്ടോ. ഇനി നമുക്ക് 15-ാമത്തെ പേജിൽ തന്നെ പ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞൊരു ഭാഗമുണ്ടോ? കണ്ടിട്ട് അത് നമുക്ക് എങ്ങനെയാണ് പ്രതിജ്ഞ ചെയ്യേണ്ട എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ എന്റെ സഭയെ സ്നേഹിക്കും എന്നുള്ളതാണ് ഇന്ന് നാം എടുക്കാൻ പോകുന്ന പ്രതിജ്ഞ. അപ്പൊ നമുക്ക് പ്രതിജ്ഞ എടുക്കാം. ഓക്കെ, എല്ലാവരും എഴുന്നേറ്റ് നിന്നേ, കൈകൾ പോലെ ഉയർത്തിപ്പിടിക്കുക. ഓക്കെ, ഇനി ഞാൻ ചൊല്ലിത്തരുന്നത് ഏറ്റു ചൊല്ലുക. ഞാൻ എന്റെ സഭയെ സ്നേഹിക്കുന്നു. കൈകൾ താഴ്ത്തുക, ഇരിക്കുക. ഇനി നമുക്ക് സൽപ്രവൃത്തികൾ ശീലിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? നാം എല്ലാവരോടും സ്നേഹത്തോടു കൂടെ പെരുമാറണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരോടും തല്ലുപിടിക്കാനൊന്നും പറ്റില്ല. അത് സ്നേഹത്തിന്റെ അരൂപിയാണ് അല്ലേ? അപ്പൊ നമ്മളിൽ ആ സ്നേഹം ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് മറ്റുള്ളവരും മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക, പുഞ്ചിരിയോടെ സംസാരിക്കുക. അപ്പൊ എല്ലാവരും പറയും, ആ നല്ല കുട്ടിയാണ് കേട്ടോ എന്ന് പറയും. ഓക്കെ,
ഇനി നമുക്ക് ഒരു പാട്ട് പാടാം. ആ 15-ാമത്തെ പുസ്തകത്തില് നമുക്ക് പാടാമെന്നുള്ള ഭാഗം എടുത്തേ. ഞാൻ വരികള് വായിച്ചു തരാം, ശ്രദ്ധിക്കുക കേട്ടോ. വിശ്വാസത്തിൻ തിരുനാളങ്ങൾ ഒളിമങ്ങാതെ വിളങ്ങട്ടെ, അനുപമ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും തെളിയട്ടെ. നമ്മുടെ വീടും നമ്മുടെ നാടും ദൈവാരൂപിയിൽ നിറയട്ടെ. വിശ്വാസത്തിന് തിരുനാളങ്ങൾ ഒളിമങ്ങാതെ വിളങ്ങട്ടെ. മനസ്സിലായോ? വരികൾ മനസ്സിലായോ? ഒന്നും കൂടി ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചോ. വിശ്വാസത്തിന് തിരുനാളങ്ങൾ ഒളിമങ്ങാതെ വിളങ്ങട്ടെ, അനുപമ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും തെളിയട്ടെ. നമ്മുടെ വീടും നമ്മുടെ നാടും ദൈവാരൂപിയിൽ നിറയട്ടെ. വിശ്വാസത്തിന് തിരുനാളങ്ങൾ ഒളിമങ്ങാതെ വിളങ്ങട്ടെ. ഇനി ഇത് നേരത്തെ പറഞ്ഞാൽ എന്റെ കൂട്ടുകാര് തയ്യാറാക്കിയ ആ പാട്ട് നമുക്ക് ഒന്ന് കേൾക്കാം. എങ്ങനെയുണ്ട്? പാട്ട് ഇഷ്ടമായോ? ഓക്കെ, നല്ല പാട്ടല്ലേ? നമുക്ക് വീട്ടിലിരുന്ന് ഈ ഈണത്തില് പാടി പഠിക്കാം കേട്ടോ. ഇനി നമ്മള് പേജ് 16 എടുത്തേ. കണ്ടോ, അതിൻ്റെ അകത്ത് ചിത്രകേളി എന്ന് പറഞ്ഞ കലയിൽ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അകത്ത് ആ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ ക്രമപ്രകാരം യോജിപ്പിക്കുക, എന്നിട്ട് അതിന് ഉചിതമായ കളറുകൾ കൊടുക്കുക. കണ്ടോ, അതിന് താഴെ യോജിക്കുന്ന ഇലകൾ ചേരുപടി ചേർക്കുക എന്ന് കൊടുത്തിട്ടുണ്ട്. 3 ഇലകൾ ഇടതുവശവും 3 ഇലകൾ വലതുവശവും. നാം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനും യോജിക്കുന്ന പദങ്ങൾ തമ്മിൽ വരയിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഇനി 17ാമത്തെ പേജ് എടുത്തേ. 17ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് 4 വരി പാട്ട് എഴുതാനാണ്. അതിൻ്റെ അവസാന ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എൻ്റെ മനസ്സിൽ വന്നണയൂ. കണ്ടോ, ഇപ്പം നിങ്ങൾ 2 പാട്ടുകളിൽ നിന്ന് പഠിച്ചില്ലേ? അതിനാസ്പദമാക്കിയും നിങ്ങളുടെ നല്ല ചിന്തകളിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞ പുതിയൊരു പാട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതിയുണ്ടാക്കാം. ഓക്കെ, ഇനി അതിൻ്റെ അവസാന ഭാഗത്ത് ഉത്തരം കണ്ടെത്താമെന്നുള്ള ഭാഗത്ത് 7 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും ഈ ക്ലാസ്സിൽ ഓൾറെഡി സാർ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ എളുപ്പമല്ലേ? അപ്പോൾ അത് ഉത്തരങ്ങൾ എഴുതുക കേട്ടോ. ഇനി നമുക്കൊരു പ്രവർത്തനമുണ്ട് ചെയ്യാൻ. ആദ്യത്തെ പാഠത്തിൽ നമ്മളൊരു പ്രവർത്തനം കണ്ടു അല്ലേ? ഇതിലെ പ്രവർത്തനം വ്യത്യസ്തമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളുടെ ഫോട്ടോസ് ശേഖരിക്കുകയോ വരയ്ക്കുകയോ ചെയ്ത് ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കുക. ഉദാഹരണത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ് ഏത്? പ്രാവ് അല്ലേ? നമുക്കുണ്ടില്ലേ പ്രാവ്? നിങ്ങളുടെ ആ നോട്ട്ബുക്കിൽ ഒന്ന് കുറിച്ച് വയ്ക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളുടെ ഫോട്ടോസ് ശേഖരിക്കുകയോ വരയ്ക്കുകയോ ചെയ്യുക എന്ന് അവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക. കണ്ടോ? ഇനി ഇത് 2ാമത്തെ പാഠവും ഇവിടെ സമാപിക്കുന്നു. ഇനി ഇത് ചോദ്യോത്തര സമയമാണ്. 5 മിനിറ്റ് സമയം
ഇനി നിങ്ങൾക്ക് ഈ പാഠത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതിനിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ പഠിച്ച പാഠങ്ങൾ ഒന്ന് റിഫ്രഷ് ചെയ്യാം. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ആദ്യം പഠിച്ചത് എന്താണ്? പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച്. രണ്ടാമത് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് പഠിച്ചു. 7 ദാനങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്നു. അത് ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ഭക്തി, ദൈവഭയം. പിന്നീട് നാം പഠിച്ചത് പരിശുദ്ധാത്മാവ് നമ്മളെ എന്തിനെല്ലാം സഹായിക്കുന്നു എന്നായിരുന്നു. വിശുദ്ധിയിൽ വളരാൻ, സുവിശേഷ വഴികളിലൂടെ മുന്നോട്ട് നീങ്ങാൻ, ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യാൻ, ദൈവസ്നേഹത്തിൽ ജീവിക്കാൻ സവിശേഷമായ ശക്തിയും ചൈതന്യവും നൽകുന്നു മനസ്സിലാക്കി. ഭക്തിയും ദൈവഭയവും നൽകുന്നു. വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മളെ ഒരുക്കുന്നു. തിന്മയെ ചെറുക്കാനും പിശാചുക്കളെ അകറ്റാനും സഹായിക്കുന്നുവെന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ ഒരു വീഡിയോ കണ്ടു അല്ലേ, പെന്തക്കോസ്ത അനുഭവം. അതിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചത് ശിഷ്യന്മാർക്ക് വന്ന മാറ്റമാണ് അല്ലേ. അവർക്ക് എന്തെല്ലാം ഉണ്ടായി? ജ്ഞാനമുണ്ടായി, വിവേകമുണ്ടായി, ബുദ്ധി ലഭിച്ചു, അറിവുള്ളവരായി, ധൈര്യവാന്മാരായി. അങ്ങനെ ഒരു പ്രേക്ഷിതരായി ഈശോയെ പ്രസംഗിച്ചു. ഒരു ദൈവവചനം നാം അവിടെ പഠിക്കാനുണ്ടായിരുന്നു. അത് ഇതാണ്, അപ്പോസ്തല പ്രവർത്തനം 1:8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ലെസണിൽ പഠിച്ച കാര്യങ്ങളെ ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് സഭ എന്നാൽ എന്താണെന്നാണ്. നമ്മൾ പഠിച്ച രണ്ടാമത്തെ ലെസണിന്റെ ഹെഡ്ലൈൻ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? സഭയുടെ ആരംഭം അല്ലേ. അപ്പൊ സഭ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി നാം പഠിക്കുകയായിരുന്നു. എന്താണ് സഭ? ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് സഭ. നമ്മൾ ഏത് സഭയിൽപ്പെടുന്നവരാണ്? കത്തോലിക്ക സഭയിൽ അല്ലേ. ഇനി നമുക്ക് അതിൽ നമ്മളൊരു വീഡിയോ കണ്ട്, പെന്തക്കോസ്ത ദിനത്തിലെ അനുഭവം എന്ന് പറഞ്ഞിട്ട്. അവിടെ എന്തെല്ലാമാണ് സംഭവിച്ചത്? നമ്മൾ ആദ്യം സെഹ്യോനൂട്ട് ശാലയിൽ മാതാവിനോടൊപ്പം പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാരെയും മറ്റുള്ളവരെയും കണ്ടു. ആ സമയത്ത് ഒരു കൊടുങ്കാറ്റുണ്ടായി. തീനാവ് പോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ ആത്മാവിനാൽ നിറഞ്ഞു വിവിധ ഭാഷകൾ സംസാരിച്ചു. പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങി. മറ്റു രാജ്യക്കാര് അവരവരുടെ ഭാഷകളിൽ ആ പ്രസംഗം ശ്രവിച്ചു. ജനക്കൂട്ടം ആശ്ചര്യപ്പെട്ടു. അവര് ഈശോയിൽ വിശ്വസിക്കുന്നു. അങ്ങനെ 3000-ഓളം പേര് ആ ദിവസം സ്നാനം സ്വീകരിക്കുകയും ആദ്യമായി ഒരു സഭാ സമൂഹം അവിടെ രൂപപ്പെടുകയും ചെയ്തു. വളരെ നന്ദി. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. വേറെ ചോദ്യങ്ങളൊന്നും വരാഞ്ഞതുകൊണ്ട് ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.